ഛത്തീസ്ഗഡിലെ ദുർഗിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഇന്ന് 9 ദിവസം തികയുകയാണ്. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിന് കൈമാറിയത്. 9 ദിവസങ്ങളായി നടന്ന സംഭവവികാസങ്ങളുടെ നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. ജൂലൈ 25-നാണ് ആശുപത്രി ജോലിക്ക് കൊണ്ടുവന്ന പെൺകുട്ടികളുമായി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നത്. സിറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ. ജൂലൈ 26-ന് അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ യോഗങ്ങളും പ്രകടനങ്ങളും നടന്നു. പ്രീതി മേരി അങ്കമാലി സ്വദേശിയും വന്ദന ഫ്രാൻസിസ് കണ്ണൂർ സ്വദേശിയുമാണ്. ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ആശുപത്രി ജോലികൾക്ക് വന്ന 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു. അപ്പോഴാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇവരെ തടഞ്ഞുവെച്ചത്. പിന്നീട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. കന്യാസ്ത്രീകൾക്കെതിരെ വ്യാജമൊഴി ആവശ്യപ്പെട്ട് ബജ്റംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് 3 പെൺകുട്ടികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ വെളിപ്പെടുത്തി. അനുസരിച്ചില്ലെങ്കിൽ സഹോദരനെ ജയിലിലിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പറഞ്ഞു. കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും 4-5 വർഷമായി താനും കുടുംബവും ക്രൈസ്തവ വിശ്വാസികളാണെന്നും വ്യക്തമാക്കിയ പെൺകുട്ടികൾ സ്വമനസാലെയും മാതാപിതാക്കളുടെ സമ്മതത്തോടെയുമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പറഞ്ഞു. हम लोग को बोले कि खाना बनाओ 2-3 साल, तब आप लोग को हम लोग धीरे धीरे ट्रेनिंग सिखाएंगे, नर्स का सिखाएंगे बोले. तो हम लोग आए. मम्मी पापा से भी बात हुआ तो मम्मी पापा लोग ठीक है तो चले जाओ. ജൂലൈ 29-ന് കേരളത്തിൽ നിന്നുള്ള UDF, LDF, BJP പ്രതിനിധി സംഘങ്ങൾ ഛത്തീസ്ഗഡിലെത്തി. UDF സംഘവും BJP സംഘവും കന്യാസ്ത്രീകളെ ജയിലിലെത്തി കണ്ടു. സമയം കഴിഞ്ഞതിനാൽ LDF MPമാരെ ജയിൽ അധികൃതർ തിരിച്ചയച്ചു. ജൂലൈ 30-ന് സിസ്റ്റർമാരുടെ ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി നിരസിച്ചു. കേസിൽ ആരോപിക്കപ്പെട്ട മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാരപരിധിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. കേസ് ബിലാസ്പൂരിലെ NIA കോടതി പരിഗണിക്കുമെന്ന് അഭിഭാഷകർ അറിയിച്ചു. അതിനിടെ ഇടതു നേതാക്കൾ സിസ്റ്റർമാരെ ജയിലിൽ സന്ദർശിച്ചു. കന്യാസ്ത്രീകളെയും ആദിവാസി സ്ത്രീകളെയും പോലീസ് അപമാനിച്ചെന്ന് ബൃന്ദ കാരാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. They were beaten up. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. ജാമ്യാപേക്ഷയുമായി കോടതിയെ വീണ്ടും സമീപിച്ചാൽ സർക്കാർ എതിർക്കില്ലെന്ന് ജൂലൈ 31-ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഓഗസ്റ്റ് 1-ന് NIA കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജി വീണ്ടും തള്ളി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.